വാർത്തകളിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് SITയുടെ വാദം. അതേസമയം കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനമായതിനു ശേഷം മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, നിരവധി വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. നേരത്തെയും വാട്സപ്പ് സന്ദേശങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ പരാതികളിലും കേസിലുമൊക്കെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളായിരുന്നു ഏറ്റവും അധികം. പക്ഷേ മൂന്നാം ബലാത്സംഗ പരാതിയിലേക്ക് വരുമ്പോൾ ഭീഷണി വലിയ രീതിയിലുണ്ട് ആ വാട്സപ്പ് സന്ദേശങ്ങളിൽ. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട് കസ്റ്റഡിയിലേക്ക് വിടാനും, അതോടൊപ്പം അതിനുശേഷം പരിഗണിക്കുന്ന ജാമ്യാപേക്ഷയിൽ വാദം ഇന്ന് തുടരും എന്നുള്ളതും കൂടിയാണ്. ഒപ്പം ജാമ്യത്തിനുള്ള സാധ്യതകളും എത്രത്തോളമുണ്ട്? സാധ്യതകൾ എങ്ങനെയാണ് രഞ്ജി? കളത് സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകം തന്നെയാണ് ഇന്ന് എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെയൊക്കെ തന്നെ ആദ്യത്തെ 2 കേസുകൾ ഉയർന്ന സമയത്തും ഒരു തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യത്തിൽ വിട്ടതും അതുപോലെ തന്നെ കേസിൽ അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു മൂന്നാമത്തെ കേസിലോട്ട് വരുമ്പോൾ ഈ ഒരു യുവതി പരാതിക്കാരി അല്ലെങ്കിൽ ആ പരാതിക്കാരി നൽകിയ തെളിവുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേറെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറെ നിർണായകമായ ഒന്ന് തന്നെയായിരുന്നു. കാരണം ആ തെളിവുകളിൽ വാട്സപ്പ് ചാറ്റുകളും ഫോട്ടോകളും മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് ഈ ഒരു യുവതി പരാതിയായി പോലീസിന് നൽകിയത്. അതിൽ നിന്നാണ് ഏറെ നിർണായകമായ അറസ്റ്റിലോട്ടൊക്കെ തന്നെ കടന്നത്. അതിൽ ഇന്നിപ്പോൾ ഈ ഒരു കോടതിയിൽ ഈ ഒരു കേസ് വരുമ്പോൾ അല്ലെങ്കിൽ SIT ഈ ഒരു കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ പ്രധാനമായും SIT മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കസ്റ്റഡിയിൽ വിട്ട് നൽകണം, കുറെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്, 7 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ നൽകണം എന്നൊരു ആവശ്യമാണ് SIT മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ കസ്റ്റഡിയിൽ വിട്ട് കഴിഞ്ഞാൽ തിരുവല്ലയിലെ ആ ഹോട്ടലിൽ എത്തിയത്, അത് യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ യുവതിയുമായി ഒരു കണ്ട അല്ലെങ്കിൽ യുവതിയും രാഹുൽ മാങ്കൂട്ടവുമായി കണ്ട ആ ഒരു ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് SITയുടെ നീക്കം. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി തെളിവുകൾ ശേഖരിച്ചായിരിക്കും പിന്നീടുള്ള SITയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ യുവതിയെ ഈ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിൽ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അത് വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ഈ ഒരു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി അത്തരം നടപടികളിലേക്കും കടക്കും. അതായത് ഹോട്ടൽ മുറിയിൽ രാഹുൽ മാങ്കൂട്ടും അതുപോലെ തന്നെ യുവതിയുമായി എത്തിയ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിലേക്കായിരിക്കും അത് കടക്കുക. അങ്ങനെയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലേറെ നിർണായകമാണ്. അതേസമയം ഈ ഒരു കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം വേണമെന്നുമാണ് പ്രതിഭാഗം ഇന്നലെ അടക്കം കോടതിയിൽ ഉന്നയിച്ച ഒരു കാര്യം. പക്ഷേ കോടതി പറയുന്നത് SITയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ വാദം വന്നതിന് ശേഷം അല്ലെങ്കിൽ അന്തിമ വിധി വന്നതിന് ശേഷം ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം ഈ ഒരു ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് ഇന്നലെ കോടതി ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയത്. പ്രതിഭാഗം അപ്പോഴും പറയുന്നത് ഈ ഒരു കേസിൽ ജാമ്യം വേണം അല്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം വേണം, കേസ് നിലനിൽക്കില്ല എന്ന് മാത്രമാണ്, ഇതൊരു വെറും ആരോപണം മാത്രമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതിഭാഗം ഇപ്പോഴും ഉന്നയിക്കുന്നത്. ആദ്യത്തെ 2 കേസുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു, ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള ആരോപണങ്ങൾ മാത്രമായാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ കേസിലോട്ട് വരുമ്പോൾ അത് അങ്ങനെ മാത്രം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന തെളിവുകളും അതുപോലെ തന്നെ കേസിൻ്റെ പശ്ചാത്തലവും ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അറസ്റ്റിലാകുന്ന അന്ന് ഈ ഒരു യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകളൊക്കെ പശ്ചാത്തലമാണ് അറസ്റ്റ് ചെയ്തെങ്കിലും അതിനുശേഷം പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഒരു കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായും ഫാമിലിയെ എടുത്തു പറയുന്നുണ്ട്. അതായത് ഇനി എനിക്കൊന്നും പോകാനില്ല, എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാനത് സഹിക്കും, പക്ഷെ തിരിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് സഹിക്കാനാകില്ല എന്നൊരു ഭീഷണി സന്ദേശം കൂടി ഒരു വാട്സപ്പ് ചാറ്റിൽ പുറത്തു വന്നിരുന്നു. അതായത് തികച്ചും ഒരു ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊല്ലുമെന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് പരോക്ഷമായി അങ്ങനെയുള്ള ഒരു സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്ന വാട്സപ്പ് ചാറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ യുവതി എടുത്തു പറയുന്ന ഒരു കാര്യം, യുവതി ഗർഭിണിയായിരുന്നുവെന്നും അത് അലസിപ്പോയി എന്നും, എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. DNA ടെസ്റ്റ് നടത്തണം, DNA പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യക്തമാകും ആ കുഞ്ഞിൻ്റെ പിതാവ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നുള്ള ഒരു വാദമാണ് യുവതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ
കഴിഞ്ഞ ദിവസം ഈ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിരുന്നു. യുവതിയുമായി ബന്ധമുണ്ട്, അത് ഉഭയ സമ്മതപ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധമാണ്, അല്ലാതെ ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ പീഡന ശ്രമമോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു കേസ് ഏറെ നിർണായകമായി തന്നെ നിൽക്കുകയാണ്. കാരണം ആദ്യത്തെ 2 പരാതികളും നിലനിൽക്കുമ്പോൾ മൂന്നാമതും ഒരു പരാതി വരുന്നു. അതിൽ കസ്റ്റഡിയിലെടുക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ ഇപ്പോൾ SIT നിർണായകമായ ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ആദ്യത്തെ കേസിൽ കോടതി ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം, രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകുന്നു, വേണ്ട തെളിവുകളുടെ അഭാവമില്ലാതെ ജാമ്യം നൽകുന്നു. പക്ഷേ മൂന്നാമത്തെ കേസിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാനുള്ളൊരു സമയം പോലും മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം രാത്രിയോടെ തന്നെ ഈ ഒരു കേസിൽ നാടകീയമായി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത്. എന്തായാലും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ അത് ഏറെ നിർണായകമാകും. കാരണം SITയുടെ തെളിവുകൾ അല്ലെങ്കിൽ SIT നിരത്തുന്ന ചോദ്യങ്ങളിൽ കോടതി പൂർണ്ണമായും ആ ഒരു കാര്യത്തോട് യോജിക്കുകയാണെങ്കിൽ മാങ്കൂട്ടത്തിലിനെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SITയുടെ നീക്കം. ഇതിപ്പോൾ പറയുമ്പോൾ ഈ കേസിൽ ഈ സുപ്രീം കോടതി വിധികൾ പലതുണ്ട്. അതായത് ഇപ്പോൾ ഇത്തരം കേസുമായി സമാനമായ കേസുകളിൽ മുൻകാലങ്ങളിൽ കോടതികൾ സ്വീകരിച്ചിട്ടുള്ള ചില സമീപനങ്ങളുണ്ട്. ആ വിധിയൊക്കെ അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധികളൊക്കെ സ്വതവേ ഈ പ്രതിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ആ വിധി പ്രകാരം കൂടുതലാണ്. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതോടൊപ്പം ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ, നമുക്ക് പുറത്ത് ലഭിച്ചതിലും അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതിലും കൂടുതൽ വിവരങ്ങൾ ആ കസ്റ്റഡി അപേക്ഷയിൽ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഗുരുതര പരാമർശങ്ങൾ രാഹുലിനെതിരായി ആ കസ്റ്റഡി അപേക്ഷയിലും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം ആ പരാമർശങ്ങൾ ഗുരുതരമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടെങ്കിൽ പോലും ജാമ്യത്തിനുള്ള ഒരു അവസരം അവിടെ നിഷേധിക്കപ്പെടുമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം അല്ലേ? തീർച്ചയായും. കാരണം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് SIT ഇതിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ഒരു സംഭവം ഇതിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇത് ആദ്യത്തെ സംഭവമല്ല അല്ലെങ്കിൽ രണ്ടാമത്തെ സംഭവമല്ല, ഇത് മൂന്നാമത്തെ കേസാണ്. സ്ഥിരമായി ഒരേപോലെ തന്നെ, അതായത് 3 യുവതികളാണ് ഇത്തരത്തിൽ പീഡന പരാതിയുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഇനി ജാമ്യം നൽകരുതെന്നൊരു ആവശ്യമാണ് SIT പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതി വിധിയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇപ്പോൾ യുവതി ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമാണ്, അല്ലെങ്കിൽ ഏറെ ഈ ഒരു കേസിൽ കുരുക്ക് മുറുക്കാനുള്ള ഏറെ സാധ്യത കൂടുതലാണ്. പക്ഷെ അപ്പോഴും നേരത്തെ ഇന്നലെ അല്ലെങ്കിൽ ഈ ഒരു അറസ്റ്റ് ഉണ്ടായ സമയത്ത് തിരുവല്ല മജിസ്ട്രേറ്റ് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കിയ സമയത്ത് മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇത്തരമൊരു നാടകീയ രംഗങ്ങളുടെ ആവശ്യം എന്തായിരുന്നു എന്നാണ്. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ 2 കേസ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞ കോടതി രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതൊരു കേസ് വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നാടകീയമായി ഹോട്ടൽ മുറിയിലെത്തി ആരോടും പറയാതെ അറസ്റ്റ് ചെയ്തെന്നൊരു ചോദ്യം അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്. ഒരു നോട്ടീസ് നൽകിയെങ്കിൽ ഹാജരാകാവുന്ന കേസേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കടന്നതെന്നൊരു ചോദ്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും പ്രധാനമായും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന കാര്യം. ഒരു പൊതുപ്രവർത്തകനായ അല്ലെങ്കിൽ MLA ആയ ഒരു ആള് ഒരു കേസ് വരുമ്പോൾ നോട്ടീസ് നൽകിയാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള സാധ്യതയില്ലേ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിയമപരമായി ഒരു അറസ്റ്റ് നിലനിൽക്കില്ല എന്നും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുന്ന ഒരു കാര്യമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷെ അപ്പോഴും SITയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് പ്രതിയായ മാങ്കൂട്ടത്തിലിനെ 7 ദിവസത്തെങ്കിലും കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് SIT മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മാത്രമേ തെളിവെടുപ്പ് കൂടുതൽ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ 2 കേസുകളിലും ഇത്തരത്തിൽ പരാതി ഉയർന്ന് പോലീസ് കസ്റ്റഡി അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ MLA നാട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 11 ദിവസത്തിന് ശേഷമാണ് തിരിച്ച് ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷവും ഇത്തരത്തിൽ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് ലഭിക്കണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപവിധേയനായ ഒരാൾ മത്സരിക്കരുത് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇങ്ങനെ സീറ്റ് നൽകുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നൊരു കാര്യമാണ് പറഞ്ഞത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു കേസുമായി മുന്നോട്ട് കേസ്
ഇത്തരത്തിൽ MLA-ക്കെതിരെ വരുന്നത് എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരത്തിൽ കേസ് വരുന്നത് ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒന്നിൽ കൂടുതൽ മൂന്നാമത്തെ കേസിലോട്ട് എത്തി നിൽക്കുമ്പോൾ അത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനാണെങ്കിലും ഏറെ നിർണായകം അല്ലെങ്കിൽ ഏറെ ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു പരാതി തന്നെ അല്ലെങ്കിൽ ആരോപണം തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SIT-യുടെ നിലപാട് എന്ന് പറയുന്നത്. ആദ്യത്തെ 2 കേസിലുണ്ടായ വീഴ്ച മൂന്നാമത്തെ കേസിൽ ഉണ്ടാകരുതെന്നൊരു നിലപാടിൽ തന്നെയാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിർണായക നീക്കങ്ങൾ നടത്തിയതും ഒരു ആരും അറിയാതെ ഇത്തരത്തിൽ അല്ലെങ്കിൽ വേറെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് പൊതുപ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ ഒന്നും തന്നെ അറിയാതെ SIT-യുടെ ഒരു നീക്കം രാത്രിയോട് രാത്രി തന്നെ ഇത്തരത്തിൽ MLA അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ കേരള പോലീസ് ചെയ്ത ഈ ഒരു നീക്കം ഏറെ അഭിനന്ദനാർഹമാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വന്ന പ്രതികരണങ്ങളോട് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ അത് മാങ്കുട്ടത്തിൽ ഏറെ നിർണായകം തന്നെയാണ്. കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ കടക്കാനാണ് SIT-യുടെ നീക്കം. രഞ്ജില, ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അകത്തോട്ടാണോ അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ ലഭിച്ച് അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തേക്കാണോ എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതുണ്ട്. അത് കോടതിയാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. എന്നിരുന്നാലും MLA സ്ഥാനം ഇനിയും രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെച്ചിട്ടില്ല. അയോഗ്യനാക്കേണ്ട നടപടികൾ അതിനുവേണ്ട നിയമോപദേശം തേടുകയാണെന്നുള്ളത് സ്പീക്കർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കുട്ടത്തിലെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. DYFI-യുടെ പൊതിച്ചോറും ഒപ്പം BJP-യുടെ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ജയിലിൽ നിന്ന് കോടതി വളപ്പിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധിക്കാനാണോ മുന്നണികളുടെ തീരുമാനം? എന്തൊക്കെയാണ് ലഭിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്തും DYFI-യുടെ നേതൃത്വത്തിലും യുവമോർച്ചയുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് DYFI-യുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം തന്നെയാണ്. കാരണം പൊതിച്ചോറും കൈപിടിച്ചായിരുന്നു ഇത്തരത്തിൽ ആശുപത്രി വളപ്പിൽ അവർ പ്രതിഷേധിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു പരാമർശമുണ്ടായിരുന്നു. DYFI പൊതിച്ചോറ് സമാഹരണത്തിന് പിന്നിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശമുണ്ടായിരുന്നു. അതിനെതിരെയുള്ള ഒരു നിലപാട് വ്യക്തമാക്കൽ തന്നെയാണ് DYFI നടത്തിയത്. അതായത് പൊതിച്ചോറ് രാഹുൽ മാങ്കുട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് ചോറ് കിട്ടാതെ ഇരിക്കരുത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ DYFI പൊതിച്ചോറുമായി ആശുപത്രി വളപ്പിൽ എത്തിയത്. അതേ പ്രക്ഷോഭം തന്നെ അല്ലെങ്കിൽ അത്തരമൊരു പ്രതിഷേധം തന്നെയായിരിക്കും ഇന്ന് കോടതി വളപ്പിലും ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളത്. എന്തായാലും നമുക്കറിയാം ഈ ഒരു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണം വന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ യുവമോർച്ച ആണെങ്കിലും അല്ലെങ്കിൽ SF അല്ലെങ്കിൽ മറ്റ് CPM അനുകൂലികളാണെങ്കിലും ഒക്കെ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു പ്രതിഷേധം ഇന്നും കോടതിയിൽ അരങ്ങേറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അയോഗ്യനാക്കണ കാര്യം നിയമോപദേശം തേടുകയാണ് സ്പീക്കർ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോട് ഇത്തരത്തിലൊരു പ്രതികരണം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ തേടിയപ്പോൾ അങ്ങനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, സർക്കാരും പോലീസും തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ തന്നെ നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു അയോഗ്യനാക്കണ അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നിയമോപദേശം തേടിയെന്ന് തന്നെയാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇനി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾക്ക് ശേഷമായിരിക്കും പുറത്തു വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവല്ല കോടതി പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷയിലെ വാദം പൂർത്തിയായ ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യം ലഭിക്കാൻ ഈ സുപ്രീം കോടതി മുൻകാലങ്ങളിലെ വിധി പ്രകാരം സാധ്യമാണെങ്കിലും ഗുരുതര പരാമർശങ്ങളുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ അസാധ്യമായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ രാഹുൽ മാങ്കുട്ടത്തിൽ കസ്റ്റഡിയിൽ പോകാനുള്ള സാധ്യതകളാണ് കൂടി നിൽക്കുന്നത് എന്നതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷയിൽ ആ അന്തിമ തീരുമാനമായതിനു ശേഷം മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടരുമെന്നും കൂടിയാണ് രഞ്ജിൽ രാജ് വ്യക്തമാക്കുന്നത്. ഒപ്പം പ്രതിഷേധങ്ങളുടെ കണക്കുകൾ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുടെ കാഴ്ച നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് DYFI-യും BJP യുവമോർച്ച പ്രവർത്തകരും അണികളുമൊക്കെ ഉയർത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്ന പോലെ DYFI അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന തരത്തിലൊരു പ്രതിഷേധമായിരുന്നു കണ്ടത്. കാരണം പൊതിച്ചോറിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപേ നടത്തിയ
ആ ഒരു പ്രസ്താവനയെ ഉയർത്തിക്കാട്ടി അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പ്രതിഷേധം ഉയർത്തുക എന്നുള്ളൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കണ്ടത്. പാലക്കാട് MLA ഓഫീസിലേക്ക് BJPയുടെ കോഴിയെ ഉയർത്തിക്കൊണ്ടുള്ള മാർച്ചുണ്ടായിരുന്നു, ഡമ്മി ഉയർത്തിക്കൊണ്ടുള്ള മാർച്ചുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മാർച്ചുകളും പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളികളുമൊക്കെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി വളപ്പിലേക്ക് എത്തിക്കുമ്പോഴും മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കൂടിയാണ് വ്യക്തമാകുന്നത്.